أم خلقوا من غير شيء أم هم الخالقون أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض أفلا يوقنون أم عندهم خزائن ربك أم هم المسيطرون. ഇത് നിരീശ്വരവാദികളോട്, സന്ദേഹവാദികളോട്, പടച്ചവനെ നിഷേധിക്കുന്നവരോട്, പ്രപഞ്ചത്തിനൊരു കാരണമില്ല, ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്നവരോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്. 21-ാം നൂറ്റാണ്ടിലെ യുക്തിവാദി ചോദിക്കുന്ന ചോദ്യമെന്തോ അതേ ചോദ്യമാണ് 6-ാം നൂറ്റാണ്ടിലും ചോദിച്ചത്. അതിന് അള്ളാഹു നൽകുന്ന മറുപടിയാണിത്. യുക്തിവാദം, കുഫർ ഖൽബിലേക്ക് കയറിപ്പോയിരുന്ന ജുബൈർ ഇബ്നു മുത്ഇം എന്നവർ ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് വന്നത് ഈ 3 ആയത്തുകൾ കേട്ടപ്പോഴാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈ അം ഹുമുൽ ഖാലിഖൂൻ. അവരുണ്ടായത് ഒരു കാരണമില്ലാതെയാണോ? അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ, മനുഷ്യർ പടക്കപ്പെട്ടത് ഒരാളും നിമിത്തമാവാതെയാണോ? ഒറ്റക്കങ്ങ് പൊട്ടിമുളച്ചതാണോ മനുഷ്യൻ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. നമ്മൾ അങ്ങനെ ഉണ്ടായി എന്ന് പറയില്ലേ? ചിമ്പാൻസിയിൽ നിന്നുണ്ടായി എന്ന് പറയുന്നില്ലേ? ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ചു വന്നു എന്ന് പറയുന്നില്ലേ? ഈ ഏകകോശ ജീവി ആരാണതിനെ പടച്ചത്? അത് എവിടെ നിന്നുണ്ടായി? പരിണാമം എങ്ങനെ സംഭവിച്ചു? അത് സത്യമാണെങ്കിൽ മനുഷ്യൻ അല്ലാഹു യാ ബനി ആദമ എന്ന് വിളിക്കുന്ന, യാ അയ്യുഹന്നാസ് എന്ന് വിളിക്കുന്ന മനുഷ്യർ അത് ചിമ്പാൻസി എന്നുണ്ടായവരല്ല, അത് ആദം അലൈഹിസ്സലാമിന്റെ മക്കളെയാണ് അല്ലാഹു വിളിക്കുന്നത്. ഖലഖല്ലാഹു ആദമ അലാ സൂറതിഹി, ആദം അലൈഹിസ്സലാം അവരുടെ പൂർണ്ണ രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്, ഒരു കുട്ടിയായി വലുതായ ആളല്ല. ആദം നബി അലൈഹിസ്സലാം പക്വതയുള്ള, ഭാഷ സംസാരിച്ചിരുന്ന, ചിന്താശേഷിയുണ്ടായിരുന്ന പൂർണ്ണ മനുഷ്യനായിരുന്നുവെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എന്നല്ലാതെ ആദിമ മനുഷ്യൻ ഭക്ഷണം എന്താണെന്ന് അറിയില്ലായിരുന്നു, ഭാഷ അറിയില്ലായിരുന്നു, ആംഗ്യഭാഷയായിരുന്നു, നടക്കാൻ അറിയില്ലായിരുന്നു. പിന്നെയാ നിവർ നടന്നത്, പിന്നെ വാല് മുറിഞ്ഞു. ഈ വക വിശ്വസിക്കാൻ കൊള്ളാത്ത അബദ്ധങ്ങളെ, തിയറികളെ, ഹൈപ്പോത്തസിന്റെ പിന്നാലെയല്ല ഒരു മുഅ്മിനായ മനുഷ്യൻ പോകുന്നത്. ആദം നബി അലൈഹിസ്സലാം എന്ന പരിപൂർണ മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റബ്ബ് പടച്ചതാണ്. ഇന്നും ചിമ്പാൻസികളിലെ ഏതെങ്കിലും കുരങ്ങ് മനുഷ്യനായിട്ടുണ്ടോ ലോകത്ത്? എത്ര നൂറ്റാണ്ടുകളായി മനുഷ്യർ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്? മിനിമം 20,000 കൊല്ലം കഴിഞ്ഞു. ആദം നബിയുടെ കാലം കഴിഞ്ഞിട്ട് തന്നെ 20,000 കൊല്ലം കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ചിമ്പാൻസി മനുഷ്യനായി മാറിയിട്ടുണ്ടോ എന്നത് ചോദ്യം. സയൻസിന്റെ മുന്നിൽ മറുപടിയില്ല, ആർക്കും പറയാൻ കഴിയില്ല. ചാൾസ് ഡാർവിൻ അങ്ങനെ സിദ്ധാന്തിച്ചു, തെളിവൊന്നുമില്ല അങ്ങനെ ആയിരിക്കുമെന്ന്. അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നില്ല, ബൈബിൾ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം മതത്തിന്റെ വ്യാഖ്യാനത്തിന് പകരം ഒരു ബദൽ സംവിധാനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അയാൾ ഉണ്ടാക്കിയ തിയറിയാണ് ഇവല്യൂഷൻ തിയറി, പരിണാമ സിദ്ധാന്തം. ഈ ബ്ലണ്ടർ വിശ്വസിക്കുന്നവനല്ല മുസ്ലിം, ഒരു മുഅ്മിനായ മനുഷ്യൻ. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ, ആരും കാരണമാവാതെ നിങ്ങളങ്ങ് ഒറ്റക്കുണ്ടായതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അല്ല മനുഷ്യൻ തന്നെയാണോ മനുഷ്യനെ പടച്ചത്? അള്ളാഹ് ചോദിക്കുകയാണ്. അല്ല വെറുതെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. എങ്ങനെ വെറുതെ ഉണ്ടാവുക? നത്തിങ് ക്യാൻ കം ഔട്ട് ഓഫ് നത്തിങ്. അങ്ങനെ സംഭവമില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു കാരണം വേണം, ഒരു റീസൺ വേണം. കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കോസ് ആൻഡ് ഇഫക്ട്സ്. ഒരു ഇഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിന് കോസ് വേണം, ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് സബബ് വേണം. ഇത് ആർക്കാ മനസ്സിലാവാത്തത്? അള്ളാഹ് ചോദിക്കുന്നു, അം ഹുമുൽ ഖാലിഖൂൻ, അവര് തന്നെയാണോ പടച്ചത്? അവരെ, മനുഷ്യനെ പടച്ചത് മനുഷ്യനാണോ? ആണോ? നമ്മളമ്മയും വാപ്പയാണോ നമ്മളുണ്ടാക്കിയത്? അങ്ങനെ പറയാൻ പറ്റുമോ? ഉമ്മയും വാപ്പയും നമ്മുടെ ജന്മത്തിൻ്റെ കാരണങ്ങളാണ്. എല്ലാ ഉമ്മാർക്കും അവരുടെ മക്കൾ നല്ല ഭംഗിയുള്ള, ആരോഗ്യമുള്ള, എല്ലാ കഴിവുള്ള നല്ല മക്കളായിട്ട് വരണമെന്നല്ലേ ആഗ്രഹം? ഏതെങ്കിലും ഒരു ഉമ്മാക്ക് സ്വന്തം കുട്ടിൻ്റെ മുഖം ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? വാപ്പാക്ക് പറ്റുമോ? ഇല്ല. അതിനർത്ഥം എന്താ? നമ്മളല്ല പടക്കണത്. പിതാവിൻ്റെ സ്പേം സെൽ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക്
കടക്കാനുള്ള ഒരു കാരണം നിർവഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്നത് മുഴുവനും അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. അത് ഇരട്ടക്കുട്ടിയാണോ ഒറ്റക്കുട്ടിയാണോ, കണ്ണും കയ്യും കാലൊക്കെ ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നിറമെന്താണ്, ആയുസ് എന്തായിരിക്കും, ആരോഗ്യം എന്തായിരിക്കും, ജന്മന എന്തെങ്കിലും ചില ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടാവോ ഇല്ലയോ, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. സ്കാനിങ് ചെയ്ത് കാണേണ്ട സമയമാകുമ്പോൾ ഡോക്ടർമാർ പറയും ആ ജെൻഡർ മനസ്സിലാക്കി തരാൻ പറ്റും, ഇത് ബോയ് ആണോ ഗേൾ ആണോ. നമ്മളാണോ പഠിച്ചത്? നമ്മളല്ല. പിന്നെയോ? അപ്പം ആരാ? നമ്മളല്ല, ശാസ്ത്രമൊന്നുമല്ല മനുഷ്യനെ പഠിച്ചത്. ജീവനില്ലാത്തൊരു സാധനത്തിൽ നിന്ന് ജീവനെ എടുക്കാൻ മനുഷ്യന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജീവനുള്ള ഒരു സാധനം കിട്ടി അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇല്ലായ്മയിൽ നിന്ന്, അതിമിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ മനുഷ്യന് ഒരിക്കലും കഴിയില്ല.